രസമാണ് കണ്ടാൽ. കാസർഗോഡ് വന്നിട്ട് ഇതിപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ്, കല്യോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വലിയൊരു തറവാട്ടിൽ വലിയൊരു പെരുങ്കളിയാട്ടം നടന്ന ഒരു വലിയ ചരിത്ര സംഭവമായി എൻ്റെ തറവാട്ടിലെ ഒരു വലിയ ചരിത്ര സംഭവമായിട്ട് മാറി. ഇതൊക്കെ കഴിഞ്ഞ് ഇന്നലെ അതിൻ്റെ ഒരു എല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ തിരിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും റോഡ് സൈഡിലൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയിരുന്നതിനറിയോ ഒരു സാധനം കാണിക്കാനാണ്. എന്താ അറിയോ, നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പണ്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ ഒരു പഴം പറിച്ചു തന്നു. നമ്മൾ എന്താ പറയുക, ഇവർ തൊടലപ്പഴം എന്നാണ് നിങ്ങളുടെ നാട്ടിലേക്ക് അറിയാം, മുള്ളും പഴം എന്ന് നമ്മളിവിടെ പറയും. ഞാൻ കാണിച്ചു തരാം, നോയിക്കോണേ. ഇതെല്ലാവരും ചേച്ചി ഇറങ്ങിപ്പെടാം. ചേച്ചി കണ്ടോ, അത് പറിച്ച് കഴിക്കണേ. ചേച്ചി നോക്കിയേ, ഹായ് ആയിക്കേ. തൊടലപ്പഴം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലെ, തൊടലപ്പഴം എന്ന് പറയും. കുട്ടിക്കാലത്ത് ഒത്തിരി നൊസ്റ്റാൾജിയ ആയത് കണ്ടപ്പോൾ ചാടി ഇറങ്ങി വണ്ടി നിർത്തി. എന്നിട്ട് നോക്ക്, ഹായ്. തൊടലപ്പഴം നിറയെ മുള്ളാണോ? ഇവിടെ രണ്ടുപേര് എന്താ കാര്യമായിട്ട് പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയെ അതാണ്, നിറയെ അതാണ്. ഇതാ കാണുന്ന നോക്കി, ആ മരത്തിൽ നോക്കി. ഏതോ ആദിവാസി മേഖലയിൽ നല്ല രസമാണ് കേട്ടോ. എന്ത് ടേസ്റ്റാന്നറിയാം. ഇത് കുടുങ്ങിപ്പോയെങ്കിലും ഉള്ളിൽ കാരാന്ന് പറയും. കാരപ്പഴം എന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത്. കാരപ്പഴം എന്ന് പറയും. കാരാന്ന് പറഞ്ഞാൽ മുള്ളാണ്, കാരമുള്ളു എന്ന് പറയാം. ഭയങ്കരം ഇതാണ്, മുള്ളു കൊണ്ട് ഇതായെങ്കിൽ ഭയങ്കര വേദനയാണ്. പിന്നെ ഡ്രസ്സൊക്കെ കുടുങ്ങിപ്പോയൊക്കെ പിന്നെ കിട്ടില്ല. ഇത് കണ്ടോ, അത്രയുണ്ട്. നോക്ക് ചേച്ചി, നോക്ക്. നല്ല രസമല്ലേ, എന്തൂര്. ഇതൊന്നും ആരും പറിച്ച് ഇന്നത്തെന്താന്നറിയാം. ഇവിടെ ആർക്കും വേണതൊക്കെ നമുക്ക് ഇവര് ദിവസം കാണുന്നേ, നമുക്കാണ് നൊസ്റ്റാൾജിയ. നമുക്ക് കാണുമ്പോഴേ എന്തൊരാ കുട്ടിക്കാലത്ത് ഓരോ ഓർമ്മ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ഈ കൊമ്പ് അങ്ങോട്ട് പൊട്ടിക്കട്ടെ ചേച്ചി. ഇതാ എന്ത് രസമല്ലേ. അപ്പൊ ഇങ്ങനെയാ ഉണ്ടാവണേ, നിറയെ മുള്ളൂത്തിയും നല്ല വേദനയാണ്. നല്ല ടേസ്റ്റുള്ള സാധനം, വിഷമിച്ചില്ല, ഗുണങ്ങൾ കൂടുതൽ ആണ്. മെഡിസിൻ വാല്യുള്ള പഴങ്ങളാണ് ഇതെല്ലാം. നമുക്കൊക്കെ എന്താ അറിഞ്ഞു, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഇതല്ലേ പണി. ഇതാണ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും. ഇതൊക്കെ പറക്കി തീപ്പെട്ടിക്കൂടില്ലേ, തീപ്പെട്ടിക്കൂടിന്റെ ഉള്ളിൽ വെച്ചിങ്ങനെ കുലുക്കി കൊണ്ടുപോയിട്ട് ക്ലാസ്സിൽ വെച്ച് എല്ലാവർക്കും കൊടുത്ത് കഴിക്കും. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. കഴിക്കുമ്പോഴേ അതുള്ളത് ആ കഴിക്കുക, സ്വാദറിയ. നമ്മളെവിടെ കാണാനില്ല ഇതൊന്നും. നമ്മൾക്ക് സ്ഥലമുണ്ടോ? സ്ഥലമില്ലല്ലോ. അതാണ് എല്ലാം കാട് വെട്ടിത്തെളിച്ച് ഫ്ലാറ്റുകള്, കോൺക്രീറ്റ് കാടിനകത്ത് നമുക്ക് എന്ത് തൊടല, എന്ത് വേണം അത് വേണം. ഇവർക്ക് കൂടെ കിട്ടില്ലോ. കൂട്ടിലാ പറിച്ചത്. ഒരു കൂട് സാധനം ഉണ്ട്. ഞാനിരുന്ന് പുറത്തേക്ക് ഇറങ്ങൂല കേട്ടാ. എന്നെ മുള്ളു കുടുക്കി എന്നെ മുള്ളു കുടുക്കി കമ്പ് പൊട്ടിച്ചെടുക്കാം. ഇത് കണ്ടിട്ട് പോകാനും അന്വേഷിക്കോ. അമ്മേ മഹാമായേ കുടുങ്ങി ഇഷ്ടം പോലെ ഉണ്ട്. ഇതിങ്ങനെ പറിച്ചോട്ടാ. മതിയല്ല അമ്മേ, ഞാൻ കുടുങ്ങി. എന്ത് രസമല്ലേ. ഒരു മെഡിസിൻ ആയിരിക്കും കേട്ടോ. ഇതിനൊക്കെ സാധനം കർണമാറ്റൊക്കെ പക്ഷേ തിന്നിട്ടെന്ന് പറയില്ല, പക്ഷെ തിന്നിട്ടെന്ന് പറയില്ല. പണ്ടില്ലവരും അതാണ് പറയുന്നത്, പക്ഷെ ഇത് മരുന്നാണ്, ആർക്കറിയില്ലല്ലോ. പിന്നെ കഴുത്തിലൊക്കെ കട്ടക്കാര
ഉത്സവം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞു പെരുങ്കളിയാട്ടം കഴിഞ്ഞു പക്ഷേ പെരുങ്കളിയാട്ടം പെരുങ്കളിയാട്ടം പക്ഷെ കോല ഇതുവരെ അഴിച്ചില്ല ഏട്ടന്റെ ഒരു കാര്യം കണ്ട കോല ഇതുവരെ അഴിച്ചില്ല പെരുങ്കളിയാട്ടം കഴിഞ്ഞു അവസരം കിട്ടിയില്ലായിരുന്നു എനിക്ക് എന്നിട്ട് ഞാൻ ഹായ് പറഞ്ഞ അപ്പൊ ഹായ് ചേച്ചി എല്ലാവർക്കും എന്നെ അടുത്ത ഒരു പഴമായിട്ട് വീണ്ടും പറയാം. ഈ പോകുന്ന വഴിയിൽ അടുത്ത എന്തെങ്കിലും ഒന്ന് കാണും, അപ്പൊ ഇറങ്ങിയിട്ടൊരു ലൈവ്. ഇപ്പൊ ശരിയാക്കട്ടെ. ശരിക്കും പറഞ്ഞാല് പക്ഷികളുടെ ഭക്ഷണമാണ് നമ്മളിത് അട്ട് തിന്നുന്നത്. എനിക്കിവിടെ